നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ കുറേ പ്രോസസ്സുകളിൽ നമ്മുടെ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയലിൻ്റെ ബയോകെമിക്കൽ നേച്ചർ അത് ഡിറ്റർമിൻ ചെയ്തത്, അതുപോലെ തന്നെ DNA സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഡിറ്റർമിൻ ചെയ്തത്, അതൊക്കെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിരുന്നു. വളരെ രസകരമായിട്ടാണ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടാണ് ഈ പറഞ്ഞ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ജനറ്റിക് മെറ്റീരിയലും സ്ട്രക്ചർ ഓഫ് DNA ഒക്കെ പ്രപ്പോസ് ചെയ്തത്. എന്നാൽ ഈ പറഞ്ഞ ന്യൂക്ലിക് ആസിഡ് അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട്, കോഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഒരു ജനറ്റിക് കോഡ് പ്രപ്പോസ് ചെയ്യുക, ആ ഡെസിഫറിങ് ഓഫ് ജനറ്റിക് കോഡ്, സോ ജനറ്റിക് കോഡ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പ്രപ്പോസ് ചെയ്യുക, അത് ഒരുപാട് ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ഈ ന്യൂക്ലിക് ആസിഡ് ഫോമിലുള്ള RNAനെ അമിനോ ആസിഡ് ഫോമിലുള്ള പ്രോട്ടീനിലേക്ക് കോഡ് ചെയ്യണമെങ്കിൽ, അതിനെ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കണമെങ്കിൽ ജനറ്റിക് കോഡ് ഡിസൈൻ ചെയ്യണം. ആ ജനറ്റിക് കോഡ് ഡിസൈൻ ചെയ്യുന്നത് അത് എങ്ങനെയായിരുന്നു, എങ്ങനെ നമ്മുടെ ബോഡിയിൽ നടക്കണമെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ഒരുപാട് ചാലഞ്ചിങ് ആയിരുന്നു. സോ ഇത്രയും മാത്രം ചാലഞ്ചിങ് ആയിട്ടുള്ള ആ ജനറ്റിക് കോഡിൻ്റെ അത് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ഒരുപാട് ഏരിയയിലുള്ള സയൻറ്റിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. സോ ഡിഫറെൻറ്റ് ഏരിയയിലുള്ള സയൻറ്റിസ്റ്റുകളുടെ, ഡിഫറെൻറ്റ് ഡിസിപ്ലിനുള്ള സയൻറ്റിസ്റ്റുകളുടെ സഹായത്തോടു കൂടി മാത്രമാണ് ജനറ്റിക് കോഡ് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഫിസിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, ഓർഗാനിക് കെമിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, ബയോ കെമിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ ജനറ്റിക്സിൻ്റെ. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ആ എല്ലാ ഡിസിപ്ലിനിലുള്ള സയൻറ്റിസ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ് ജനറ്റിക് കോഡ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലായി. എങ്ങനെയാണ് നമ്മുടെ ഈ ന്യൂക്ലിക് ആസിഡ് ഫോമിലുള്ള RNA എങ്ങനെയാണ് ഒരു പ്രോട്ടീനായിട്ട് മാറുന്നത്, അതിനെങ്ങനെയാണ് ഈ ജനറ്റിക് കോഡ് സഹായിക്കുന്നത്, എങ്ങനെയാണ് ജനറ്റിക് കോഡ്, അതിന് ഒരുപാട് ഡിസിപ്ലിനിലുള്ള സയൻറ്റിസ്റ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സോ അങ്ങനെ 1954 1954 ജോർജ് ഗാമോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, അദ്ദേഹം ഒരു ഫിസിസ്റ്റാണ്. സോ ജോർജ് ഗാമോ എന്ന് പറഞ്ഞ ഫിസിസ്റ്റ്, അദ്ദേഹമാണ് ഈ പറഞ്ഞ ജനറ്റിക് കോഡ് ഡെസിഫർ ചെയ്യാനായിട്ട് ആദ്യം സഹായിച്ചത്. സോ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ നൈട്രജൻ ബേസുകൾ, ന്യൂക്ലിയോടൈഡിൽ എത്ര 4 ബേസുകളുണ്ട്. സോ അഡനിൻ, ഗുവാനിൻ, സൈറ്റോസിൻ, ഇപ്പോൾ RNA ആണെങ്കിൽ യുറാസിൽ, DNA ആണെങ്കിൽ തൈമിൻ. സോ ഈ പറഞ്ഞ 4 ബേസുകളെ നമുക്കുള്ളൂ, നൈട്രജൻ ബേസുകൾ 4 എണ്ണേ ഉള്ളൂ. ഈ 4 ബേസുകളും കോഡ് ചെയ്യുന്നത് ഒരു 20 അമിനോ ആസിഡിനാണെങ്കിൽ, സോ ദർ ആർ 4 bases which code for 20 അമിനോ ആസിഡ്സ്. അപ്പോൾ നമ്മൾ ഇൻ കേസ് നമ്മൾ പറഞ്ഞ ഈ 4 ബേസുകൾ ഒരു 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തുണ്ടാവണം? കോഡ് ഷുഡ് ബി മെയ്ഡ് അപ്പ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്സ്. സോ ഈ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യാനായിട്ട് ആകെ എന്താണുള്ളൂ, നമ്മുടെ കയ്യിൽ 4 നൈട്രജൻ ബേസുകളേ ഉള്ളൂ. ഈ 4 നൈട്രജൻ ബേസുകൾ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യണമെങ്കിൽ ആ കോഡിൻ്റെ പ്രത്യേകത, ദാറ്റ് കോഡ് എന്തായിരിക്കണം? മെയ്ഡ് അപ്പ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്. ആ കോഡ് 3 ന്യൂക്ലിയോടൈഡ് കൊണ്ടുള്ള ഒരു ട്രിപ്ലറ്റ് കോഡായിരിക്കണം. അങ്ങനെ 3 ന്യൂക്ലിയോടൈഡ് കൊണ്ടുള്ള ട്രിപ്ലറ്റ് കോഡാണെങ്കിൽ എന്ത് സംഭവിക്കാം? 20 അമിനോ ആസിഡിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ അവിടെ ജോർജ് ഗാമോ പ്രപ്പോസ് ചെയ്തതിൻ്റെ പ്രകാരം അദ്ദേഹം പറയുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ് നടക്കുന്നത്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഓഫ് വാട്ട്? 4:3, 4 നൈട്രജൻ ബേസുകൾ, അതിന് 3 ന്യൂക്ലിയോടൈഡുകൾ വെച്ചിട്ട് ഓരോ നൈട്രജൻ ബേസുകളുടെയും ആ നൈട്രജൻ ബേസുകൾക്കും ഏതാണ് 3 ട്രിപ്ലറ്റ് കോഡുകൾ വെച്ചിട്ടാണ് കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 4x4x4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 64 കോഡോൺ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അനുസരിച്ച് 4:3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കോഡോൺ? 64 കോഡോൺ. നമ്മൾ പറഞ്ഞു ഒരു 20 അമിനോ ആസിഡിനാണ് പറഞ്ഞാൽ അതിനേക്കാളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ 64 കോഡോണിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്രകാരം പറ്റും. സോ ഇങ്ങനെയാണ് നമ്മുടെ ആ ന്യൂക്ലിക് ആസിഡുകൾ എന്തായിട്ട് പ്രോട്ടീൻ സിന്തസിസിനുള്ള ഇതായിട്ട് മാറുന്നത്. സോ ഇങ്ങനെയാണ് ജനറ്റിക് കോഡ് നടക്കണതെന്ന് ജോർജ് ഗാമോ പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്തു.